ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുല്ലാഷ് കേക്കുമായിട്ടാണ്. ഒരു കുല്ലാഷിൻ്റെ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. യല്ലാ വരും. അത് നമുക്ക് അതിൻ്റെ സാധനങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതേമാതിരി ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വക്ലാവയുടെ പീലോ പാസ്റ്ററിയാണ്. വക്ലാവയുടെ പീലോ പാസ്റ്ററിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം കുല്ലാഷ് എന്നും പറഞ്ഞ് ഇതേപോലെ കുല്ലാഷ് എന്ന് എഴുതി ഇതുണ്ട്, പാസ്റ്ററി ഉണ്ട്. ഇത് വക്ലാവയായാലും കുഴപ്പമില്ല, കുല്ലാഷായാലും കുഴപ്പമില്ല. ഇതിൽ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ എടുത്ത് ഒഴിക്കാൻ ക്രീമായിട്ട് അടിക്കേണ്ടിയുള്ള സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, 3 മുട്ട, 1/2 കപ്പ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്, കുക്കിംഗ് ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ള 1 ടീസ്പൂൺ വനില പൗഡർ, 1/2 കപ്പ് തൈര്. ഇതാ നോക്കൂ, 1/2 കപ്പിൽ കൂടുതലുണ്ട്. ഞാൻ തൈര് എടുത്ത 1/2 കപ്പ് തൈര് കൂട്ടിക്കാൻ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ്. ഇതാ വൈപ്പിംഗ് ഇതേമാതിരി പാക്കറ്റ് വൈപ്പിംഗ് ക്രീം പൗഡറാണ്. അത് 1 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. വൈപ്പിംഗ് ക്രീമിൻ്റെ ഇത് പൗഡറാണ് ഇത് വരുന്നത്. ക്രീമിന് പകരം പൗഡറാണ് ഇത് വരുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂബെറിയുടെ ജാമാണ്. അത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ജാമാണ് ബ്ലൂബെറിയുടെ. അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് 2-3 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ആദ്യം ഇതെല്ലാം കൂടി ഈ ബ്ലെൻഡറിലോട്ട് ഒഴിക്കാം. പിന്നെ 1 ഗ്ലാസ് പാൽ, 1 ഗ്ലാസ് പാലെടുത്ത് പാൽ ഞാൻ ഈ ബ്ലെൻഡറിലോട്ട് ഒഴിച്ചു. തൈര് നോക്കൂ, പാല്, തൈര്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ നോക്കൂ, ഓയില്, വനില പൗഡർ, മുട്ട. നോക്കൂ, അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല ഇത്. മുട്ട തന്നെ ഒഴിച്ചു. ഇനി അത് അടുത്തത് ഈ പാക്കറ്റ് പൊട്ടിച്ചിടാം. ബാക്കിങ് ഇതിൻ്റെ പൊട്ടിച്ചിട്ട് വരട്ടെ. ഇതാ വൈപ്പിംഗ് ക്രീം പൗഡർ ഞാൻ അതിനകത്ത് 1 പാക്കറ്റ് ഞാൻ ആക്കിയിട്ടുണ്ട്. 1 പാക്കറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മെഷീനിലോട്ട് അടിച്ചെടുക്കാം. ബ്ലെൻഡറിലാണ് അടിച്ചെടുക്കുന്നത്. അത് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബ്ലെൻഡറിൽ അടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം. അടുത്ത തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ്ട വക്ലാവയുടെ കുല്ലാഷിൻ്റെ പേപ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതേമാതിരി ഒരു ട്രേ എടുത്ത് ബട്ടറും പുരട്ടി വെച്ചേക്കാണ്. അതിനകത്തോട്ട് ഈ കുല്ലാഷ് എങ്ങനെയാണ് വെക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. അത് നോക്കൂ, ഇതേമാതിരി ഒരേ പേപ്പർ എടുക്കുക. ഒരേ പേപ്പർ എടുത്തിട്ട് ഇതാ നോക്കി, ഇതേമാതിരി ഒരേ പേപ്പർ എടുത്തിട്ട് ഇതേമാതിരി ഒന്ന് ചുരുട്ടണം. നമുക്ക് ഇതേമാതിരി ഒന്ന് ചുരുട്ടി പിടിച്ച് ഇതേമാതിരി ഓരോന്ന് 2-3 ഞുറുവാക്കി ഇതേമാതിരി ചരിച്ച് ഈ ട്രേയിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഇതാ നോക്കി, ഇതേമാതിരി എടുത്ത് ഒരേ പേപ്പർ നമുക്ക് ഈ ട്രേക്കകത്തോട്ട് വെച്ച് കൊടുക്കാം. എല്ലാം ഇതേമാതിരി വെച്ച് കൊടുക്കണം ഈ ട്രേയിലോട്ട്. ഇതാ നോക്കൂ, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതേമാതിരി ഒരേ പേപ്പറും എടുത്തിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി ഞുറുകണക്ക് ചുരുട്ടി വേണ്ട, ഒരേ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടണം. ഇങ്ങനെ ഇതേമാതിരി 2 കൈ കൊണ്ട് ഇതേമാതിരി ചുരുട്ടി പിടിച്ച് 2 സൈഡിലും ഇതേപോലെ ചുരുട്ടി പിടിക്കണം. കാണാമല്ലോ നമുക്ക്. ഇതേപോലെ ചുരുട്ടി പിടിച്ച് ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കണം. ട്രേയുടെ സൈഡിലോട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം. വീണ്ടും ഒരു പേപ്പർ ഞാൻ എടുത്തു. പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് മടക്കി വെച്ച് കൊടുക്കേണ്ടിയുള്ളതാണ്. പൊട്ടണതിനൊന്നും പ്രശ്നമില്ല. നമുക്കിങ്ങനെ ചുരുട്ടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഇതേമാതിരി ചുരുട്ടി നോക്കൂ. ഇതേമാതിരി സൈഡിൽ ഇതേമാതിരി ചുരുട്ടി നമുക്ക് പ്ലേറ്റ് എടുക്കുന്ന കണക്ക് ചുരുട്ടി ഈ ട്രേയിൽ ഫുള്ളാക്കാം. നമുക്ക് നോക്കൂ, ഓവനിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് നമ്മളെ കുല്ലാഷ് കേക്ക് നോക്ക്. മാഷാ അല്ലാ, ഇത് നോക്കൂ. ഇത് എന്തുവാ ഇത്? നമുക്കിതൊരു പാത്രം എടുത്ത് ഒരു ട്രേ എടുത്ത് അതിലോട്ടൊന്ന് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഞാൻ ഇതേമാതിരി ട്രേ എടുത്തിട്ട് അതിലോട്ടൊന്ന് നമുക്കൊന്ന് സർവ് ചെയ്ത് വെച്ച് കൊടുക്കാം. നിങ്ങളെല്ലാവരും നോക്കിക്കാണി. ഇത് മാഷാ അല്ലാ, തബാറക റഹ്മാൻ. ഈ കേക്ക് അല്ലാ നമുക്കിതൊന്ന് ഇതൊന്ന് ഇളക്കാം. ഇതൊന്ന് ചുറ്റിൽ ഇളക്കിയിട്ട് ഇതാണ്ട ഇതേമാതിരി ഒരു പാച്ചിലറ എടുത്ത് ഞാൻ
ആ പച്ചക്കറി എടുത്തിട്ട് ഇതേമാതിരി 4 സൈഡും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഈ ട്രേയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ തബാറക റഹ്മാൻ. വാവ്, മാഷാ അല്ലാഹ്. എൻ്റെ അടിയെല്ലാം സൂപ്പറായിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മളെ കുല്ലാശ് കേക്ക്. വാവ്, കയ്യിൽ മൊത്തം ഇതായിട്ടുണ്ട്, ജാമായിട്ടുണ്ട്. നമുക്ക് മാറ്റാൻ ഞാൻ എൻ്റെ ഗ്ലൗസ് മാറ്റിയിട്ടുണ്ട്. നോക്കൂ, നമുക്കിനി അടുത്ത എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസൈൻ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ്ട പിസ്താഷ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ചെറിയ ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഷോ ആയി കിട്ടും. ഷോ മാത്രമല്ല സഹോദരങ്ങളെ, ഇത് കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് എണീറ്റ് പോവാറില്ല. നമുക്ക് ഉണ്ടാക്കാനൊക്കെ കുറച്ച് മടിയാണ്, ഇതിന് കുറച്ച് എക്സ്പെൻസീവൊക്കെ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കൂ, ഇപ്പം നോക്കൂ, നിങ്ങൾക്ക് ഇത് കാണാമല്ലോ. ഞാൻ കുറച്ച് പിസ്താഷ് ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി. അടുത്തത് ഞാൻ ചെറി എടുത്തിട്ടുണ്ട്. നോക്കൂ, സുക്കർ ചെറി എന്നാണ് പറയുന്നത്. ചെറി ഇത് നോക്കൂ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചെറിയാണിത്, ചെറി. ഇതിൻ്റെ മധ്യത്തൊട്ടൊക്കെ ഓരോന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ജാമും ചെറി എല്ലാം ഒരേ കളർ തന്നെ. അപ്പം നോക്കിക്കാണി. വാവും, മാഷാ അല്ലാഹ്, തബാറക റഹ്മാൻ. യാ അല്ലാഹ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. ഇതേപോലെ നല്ല വെറൈറ്റിയുള്ള സ്വീറ്റും ഭക്ഷണമായിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക്